പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സാധാരണ നിങ്ങൾക്ക് തുണി തികയാതെ വന്നിട്ടുണ്ടോ? സാധാരണ 2 മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ കുറവാണ് നിങ്ങൾക്ക് തുണിയെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എത്ര ഇറക്കം കുറവായാലും നമുക്ക് അതിനനുസരിച്ച് തുണി അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പീസ് തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. 2 പീസുണ്ട് കേട്ടോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമുള്ള 2 പീസായിട്ട് ഇങ്ങനെ മടക്കി വെച്ചേക്കുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ലെങ്ത്ത് അളന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് 37 ഇഞ്ചാണ്. പക്ഷെ നമുക്ക് വേണ്ട ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 38 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും 1 ഇഞ്ചിൻ്റെ വ്യത്യാസമുള്ളല്ലോ എന്ന്. പക്ഷെ അതല്ല, നമുക്ക് മുകളിൽ മടക്കി അടിക്കാൻ, അതായത് എലാസ്റ്റിക് ഇടാനായിട്ട് ഒരു 2.5 ഇഞ്ചും താഴെ നല്ല വീതിയിൽ മടക്കി അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു 2 ഇഞ്ചും വേണം. അപ്പോൾ മൊത്തം 4.5 ഇഞ്ച് നീളം കൂടുതൽ വേണം. അതായത് ഒരു 38 ഇഞ്ച് പാൻറ്റ് തയ്ക്കണമെങ്കിൽ നമുക്ക് 38 + 5 ഇഞ്ച്, അപ്പോൾ എത്രയാണ്? 43 ഇഞ്ച് ലെങ്ത്ത് ഏകദേശം വേണ്ടി വരും. പക്ഷേ ആ തുണി എന്ന് പറഞ്ഞാൽ 37 ഇഞ്ചുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ തുണി ഞാൻ ആവശ്യത്തിന് വീതിക്ക് ഒന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 14 ഇഞ്ച് വീതിക്കാണ് മടക്കിയിട്ടിരിക്കുന്നത്. ബാക്കി ആ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തതില്ലേ, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ താഴെ ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ വേറെ പീസ് തുണിയാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മുകളിലത്തേക്ക് നമ്മൾ ഒരു 5 ഇഞ്ചിൽ വീതിയിൽ തുണി വച്ച് പിടിപ്പിക്കുന്നുണ്ട്. താഴെ നമ്മളൊരു 2 ഇഞ്ച് വീതിയിലും തുണി വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. 2 ഇഞ്ചോ 3 ഇഞ്ചോ നിങ്ങളുടെ എത്രയാണോ വീതിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് അത്ര തുണി നമുക്ക് താഴെ വെച്ച് പിടിപ്പിക്കാം. അതിനായിട്ട് തയ്യൽ തുമ്പിന് ഒരു 1/2 ഇഞ്ച് താഴെ വിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ 14 ഇഞ്ച് വീതിയിൽ തുണി മടക്കി വെച്ചിരിക്കുന്നതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയും നമുക്ക് മതി വിട്ട്. ഒരുപാട് വിട്ടാവുമ്പോൾ നമുക്ക് മുകളിൽ പിടിപ്പിക്കാനായിട്ട് തുണി കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ലെങ്ത്ത് നമുക്ക് വേണ്ടത് 38 ഇഞ്ചാണ്. പ്ലസ് നമ്മൾ 2.5 ഇഞ്ച് മുകളിൽ എലാസ്റ്റിക് വെക്കാനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച്, അതായത് മുകളിൽ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ചും കൂടെ എടുക്കുന്നുണ്ട്. താഴത്തെ കാര്യം നമ്മൾ നോക്കേണ്ട. താഴെ നമ്മൾ 1/2 ഇഞ്ച് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയാണെന്ന് കിട്ടുന്നത്? 38 + 2 40, 40 1 41 കിട്ടുന്നത്. ഇപ്പോൾ 37 ഇഞ്ച് ഉണ്ടെന്നുള്ള പറഞ്ഞില്ലേ, ഞാൻ ഒരു 1/2 ഇഞ്ച് താഴെ മാർക്ക് ചെയ്തു എന്നും പറഞ്ഞു. എന്നിട്ട് ബാക്കി എത്രയാണ് നമുക്ക് അവിടെ ഉള്ളത്? 36 ഇഞ്ചാണുള്ളത് അല്ലേ. 36.5 ഉണ്ട്. 36 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് വേണ്ട ലെങ്ത്ത് 41 ഇഞ്ചാണ്. അപ്പോൾ എത്ര വരും? 41 എന്ന് പറയുമ്പോൾ 5 ഇഞ്ച് തുണി നമുക്കവിടെ മുകളിൽ പിടിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ആവശ്യത്തിന് 14 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ തുണി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമുക്കൊരു 5 ഇഞ്ച് വീതിയുണ്ട് ഏകദേശം ആ തുണിക്ക്. എന്നിട്ട് ഈ തുണി നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ട് മുകളിൽ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും തുണി താഴെ ഒരു പടി മടക്കി അടിക്കാനല്ലാതെ നീളം കൂട്ടാനായിട്ട് തുണി താഴെ മടക്കി അടിക്കരുത്. മുകളിലേക്കാണ് നമ്മൾ തുണി വെച്ച് കൊടുക്കേണ്ടത്. മുകളിലേക്ക് എത്ര വീതിയിൽ വേണമെങ്കിലും നീളത്തിൽ വേണമെങ്കിലും തുണി വെച്ച് കൊടുക്കുക. എന്നാലും ഒരുപാട് നീളത്തിൽ വെച്ച് കൊടുക്കണ്ട. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണുമല്ലോ. ആദ്യം ഞാൻ അങ്ങനെ ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ആ തുണിയിൽ ഒരു 2.5 ഇഞ്ച് എലാസ്റ്റിക്കിനായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ലൈനിൻ്റെ നേരെ താഴേക്ക് ഒരു 14 ഇഞ്ച് ക്രോച്ചേരി ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ പാൻറ്റ് എങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ. എന്നിട്ട് ഈ ഒരു ലൈനിൽ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് നേരെ താഴേക്ക് നമ്മൾ ആ ഒരു 38 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നു. അവിടെ അത്രയേ ഉള്ളൂ. അത് കൂടുതലൊന്നും മാർക്ക് ചെയ്യാനില്ല. കറക്റ്റ് ലെങ്താണ് അവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി കാലിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ 8.5 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഈ ക്രോച്ചേരിയുടെ ഈ ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ മുകളിലത്തെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ 2.5 ഇഞ്ച് എലാസ്റ്റിക് വെക്കാനായിട്ടുള്ള ഭാഗത്തേക്കും കൂടെ കയറ്റി വരച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തുണി ഇതുപോലെ നിവർത്തി വയ്ക്കുക. നിവർത്തി വെച്ചിട്ട് ഈ പീസുകൾ 2 ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് പതിച്ച് അടിച്ചെടുക്കുക. മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കുക. അതുപോലെ തന്നെ മറ്റേ കാലിൻ്റെ പീസിലും ഇതുപോലെ തുണി വെച്ച് അടിച്ചതിന് ശേഷം പതിച്ചടിച്ചെടുക്കുക. അപ്പം നമുക്ക് ഏകദേശം ലെങ്ത്തിലുള്ള തുണി കിട്ടും.
അങ്ങനെയാണ് സാധാരണ പാൻറ്റിന് ഇറക്കം കുറവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ ഇപ്പോൾ റെഡിമെയ്ഡ് പാൻറ്റൊക്കെ വരാറില്ലേ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇറക്കം കുറവാണ്. ചിലർക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ആങ്കിൾ ലെങ്ത് പാൻറ്റാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അപ്പോൾ ചിലർക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ അങ്ങനെ ഇടാൻ ഇഷ്ടപ്പെടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നമ്മുടെ ആ എലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, എലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറൊരു തുണി വെച്ചിട്ട് ഒരു 4-5 ഇഞ്ച് ലെങ്ത്തിൽ വെച്ച് അടിച്ചെടുത്തിട്ട് എലാസ്റ്റിക് ഇടുവാണെങ്കിൽ നമുക്ക് ആ ഒരു പാൻറ്റ് നല്ല ലെങ്ത്തിൽ കിട്ടും. മുകളിലായതുകൊണ്ട് നമുക്കത് കാണുകയില്ല, നമ്മുടെ അരഭാഗത്ത് ആയതുകൊണ്ട് സ്ലിറ്റിന് താഴേക്ക് നമുക്കത് കാണുകയില്ല. അങ്ങനെ നീളം കൂട്ടിയെടുക്കുക. ഞാൻ പലപ്പോഴും പാൻറ്റിന് ഈ ആങ്കിൾ ലെങ്ത്ത് പറ്റില്ലാത്തതുകൊണ്ട് ഇതുപോലെ നീളം കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. പാൻറ്റിൻ്റെ സെയിം കളർ തുണിയാണെങ്കിൽ ഒട്ടും അറിയയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇതുപോലെ നമ്മൾ മുകളിലത്തെ പീസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2.5 ഇഞ്ച് മടക്കി അടിക്കാൻ ഉള്ളൂ എലാസ്റ്റിക്. അതിന് മുമ്പ് നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കണം. അപ്പോൾ താഴെ നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ വേറെ ഒരു 2 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുത്തതിന് ശേഷം ആ പീസ് നമ്മൾ താഴെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ള കട്ട് പീസാണ്. ഒരുപാട് പീസുകളൊന്നും നമുക്കിതിന് ബാക്കി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉള്ള പീസ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ലെവലാക്കി എടുക്കുക. കാരണം നമുക്ക് എത്രയാണോ വീതി വേണ്ടത്, താഴെ സാധാരണ ഈ സ്ട്രെയിറ്റ് പാൻറ്റൊക്കെ ആകുമ്പോൾ കുറച്ച് വീതിയിൽ, ഒരു 2.5 ഇഞ്ച് വീതിയിലൊക്കെ മടക്കി അടിച്ച് കഴിയുമ്പോഴാണ് ഒരു ഭംഗി കാണാനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ വീതിയിൽ തുണി ഉള്ളത് അതെടുക്കുക. കുറച്ച് വീതി കൂടിയാലാണ് ഭംഗി കാണാനായിട്ട്. എന്നിട്ട് നമ്മുടെ പാൻറ്റിൻ്റെ നല്ല വശം എടുത്തിട്ട് നമ്മുടെ ഈ പീസിൻ്റെ നല്ല വശവും കൂടെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് അടിച്ചെടുക്കുക. അതുപോലെ തന്നെ അത് പതിച്ചും അടിച്ചെടുക്കണം. 2 പ്രാവശ്യം അടിക്കുക, ഒന്ന് പതിച്ചും കൂടെ അടിക്കുക. അപ്പോൾ ഇങ്ങനെ താഴെ നമ്മൾ പീസ് തുണി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നമ്മളത് ഉള്ളിലേക്ക് പോവുമല്ലേ, അപ്പോൾ അതുകൊണ്ട് അറിയില്ല. അതുപോലെ തന്നെ മുകളിൽ വെച്ചിട്ടുണ്ടെന്നും അറിയില്ല. അത് നമ്മൾ അരയിലിടുന്ന ഭാഗമാണ്, എലാസ്റ്റിക് വെക്കുന്ന ഭാഗമായതുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ട് അത് നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ചില ഗുണങ്ങളൊക്കെയുണ്ട്. ലെങ്ത്ത് കുറവാണെങ്കിൽ, അതായത് തുണി കുറവാണെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് പാൻറ്റിൻ്റെ നീളം കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചുളിവുകളൊന്നും ഇല്ലാതെ നന്നായിട്ട് സ്ട്രെയിറ്റായിട്ട് പിടിച്ചതിന് ശേഷം വേണം അടിച്ചെടുക്കാനായിട്ട്. ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ രണ്ടാമത് ഒന്നുകൂടെ അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം അടിച്ചത് ശരിക്കും പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നൂല് ചിലയിടത്ത് പൊട്ടിപ്പോയ പോലെ തോന്നി. അതുകൊണ്ട് ഒന്നുകൂടെ അടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആദ്യം അടിച്ച ആ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് അഴിച്ച് കളയുന്നുണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാല് നമ്മുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കത് മടക്കി അതിൻ്റെ ആ ഒരു കാലിൻ്റെ ആ വണ്ണം ഉണ്ടല്ലോ, എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 8.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തേക്കേണ്ടത്. സ്ലീവിൻ്റെ അല്ല, കാലിൻ്റെ ഓപ്പണിങ് 8.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ആ 8.5 ഇഞ്ചിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ക്രോച്ച് ഏരിയയുടെ അവിടം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം. ഇതുപോലെ സ്ട്രെയിറ്റ് പാൻറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു 150-200 രൂപയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തുണിയുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പഴയ സാരിയോ മുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നൈറ്റി ആയാലും നിങ്ങൾക്ക് വീട്ടിലിടാനൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു എലാസ്റ്റിക്കിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ കേട്ടോ. ഒരു 1.25 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഒരു 1 മീറ്റർ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാൻറ്റ് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്, 2 പാൻറ്റും. ഇനി നമുക്കിതിൻ്റെ ക്രോച്ച് ഏരിയ തമ്മിൽ യോജിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ക്രോച്ച് ഏരിയ യോജിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ പാൻറ്റിൻ്റെ നല്ല വശം ആദ്യം എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു പാൻറ്റിൻ്റെ നല്ല വശം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ പാൻറ്റിൻ്റെയും നല്ല വശം എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ആ ക്രോച്ച് ഏരിയയുടെ ഭാഗം ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ എക്സ്ട്രാ വെച്ചിരിക്കുന്ന ആ ഒരു പടി പോലത്തെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് വരുന്നതാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇരിക്കും. അതായത് ഒപ്പം വരുവാണെങ്കിലുണ്ടല്ലോ നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഈ ക്രോച്ച് ഏരിയയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ടുപോകും.
അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം എലാസ്റ്റിക് വെക്കുകയാണ് വേണ്ടത്. എലാസ്റ്റിക് വെക്കണ വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അതുകൊണ്ട് എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞ പിന്നെയാണ് വീഡിയോ കിട്ടിയില്ല എന്ന് ഞാൻ അറിഞ്ഞത് കേട്ടോ. ഇതാണ് ഞാൻ എലാസ്റ്റിക് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ റെഡിമെയ്ഡ് ഫിനിഷിങ്ങിൽ നമുക്ക് എലാസ്റ്റിക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ചാനലിൽ കയറി നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ 2 സ്റ്റിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വലിച്ച് പിടിച്ചിട്ട് 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനാണ്. എലാസ്റ്റിക് കറക്റ്റ് ഫിറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.